ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു സ്വപ്നം അത് ഒഫീഷ്യലി ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് പോകാം. ഒരുപാട് കാലത്തെ എൻ്റെ സ്വപ്നമാണ് സ്വന്തമായ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഗുരുമന്ത്ര ബ്രാൻഡ് ഒഫീഷ്യലി ഞാൻ അനൗൺസ് ചെയ്യുകയാണ്. 100% ഒറിജിനൽ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ വളരെ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങളുടെ കയ്യിൽ എത്തിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങളുടെ പേരും ആവശ്യവും പറഞ്ഞ് റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് ഓരോ പ്രോഡക്റ്റുകളും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. ഒറിജിനൽ ക്രിസ്റ്റൽസിൻ്റെ ബ്രേസ്ലെറ്റുകൾ മാത്രമല്ല, റിങ്ങുകൾ, മാലകൾ, പിരമിഡ്സുകൾ, അങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ ഗുരുമന്ത്രയിൽ അവൈലബിൾ ആണ്. അതിനായി പേജ് വിസിറ്റ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഇൻസ്റ്റാ പേജിൽ DM ചെയ്താലും മതി. അനുമോൾക്ക് ഞാൻ ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത് റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള ഈ 7 ചക്ര ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഈ 7 ചക്ര ബ്രേസ്ലെറ്റ് മനുഷ്യ ശരീരത്തിലെ 7 ചക്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 7 കല്ലുകളെ കോർത്തിണക്കിക്കൊണ്ടാണ് കേട്ടോ ഈ 7 ചക്ര ബ്രേസ്ലെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. റേക്കി എനർജൈസ് ചെയ്തിരിക്കുന്ന ഈ 7 ചക്ര ബ്രേസ്ലെറ്റ് നമ്മൾ നിത്യം ധരിക്കുകയാണെങ്കിൽ എനർജി ബാലൻസ് ചെയ്യാനോ, സ്ട്രെസ് കുറയ്ക്കാനോ, ഇമോഷണൽ ബാലൻസ് കൺട്രോൾ ചെയ്യാനോ, പോസിറ്റീവ് എനർജിയെ അട്രാക്ട് ചെയ്യാനോ, ഫോക്കസ് ചെയ്യാനോ, കോൺസെൻട്രേഷനും, ഇമോഷണൽ ബാലൻസിനും, സ്പിരിച്വൽ ഗ്രോത്തിനും, ബോഡി ഹീലിംഗ് സപ്പോർട്ടിനും, അങ്ങനെ ഓവറോൾ വെൽ ബീയിങ്ങിന് സഹായിക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണ് റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള 7 ചക്ര ബ്രേസ്ലെറ്റ്. അടുത്തതായി ഞാൻ ലാലേട്ടനാണ് കേട്ടോ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ലാലേട്ടൻ ഞാൻ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ലാവ വിത്ത് 7 ചക്ര ബ്രേസ്ലെറ്റ് ആണ്. റേക്കി എനർജൈസ് ചെയ്തിരിക്കുന്ന ലാവ വിത്ത് 7 ചക്ര ബ്രേസ്ലെറ്റ്. നിങ്ങൾക്ക് ഇതിൽ ഏത് ബ്രേസ്ലെറ്റാണ് വേണ്ടത്? താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. അതുമല്ലെങ്കിൽ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത് DM ചെയ്താലും മതി. ഇന്ത്യയിൽ എവിടെ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്താലും 100% റേക്കി എനർജൈസിങ്ങും ഷിപ്പിങ്ങും ഫ്രീ ആയിട്ടാണ് ഗുരുമന്ത്ര നിങ്ങൾക്ക് നൽകുന്നത്. ഏത് കല്ലാണോ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ആവശ്യം അതനുസരിച്ചുള്ള കല്ലുകൾ സെലക്ട് ചെയ്യാൻ ഗുരുമന്ത്ര നിങ്ങളെ സഹായിക്കുന്നതാണ്. ഒട്ടും തന്നെ മടിക്കേണ്ട. ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക. അതുമല്ലെങ്കിൽ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തിട്ട് DM ചെയ്യുക. അപ്പോൾ പെട്ടെന്നായിക്കോട്ടെ. എല്ലാവരുടെയും എല്ലാവിധ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ പേജിൽ കയറുക, ഫോളോ ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പുള്ളവരൊക്കെ ആണെങ്കിൽ ഹൈപ്പ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അനുമോള് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റോറിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് തനിക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങളും തെറ്റായ സ്റ്റേറ്റ്മെൻറ്റും ചില മീഡിയ പേജുകളിലും സോഷ്യൽ മീഡിയ പേജിലും പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. വ്യൂസ്, റീച്ച്, പബ്ലിസിറ്റി നേടാൻ വേണ്ടിയാണ് ചില തെറ്റായ ക്യാപ്ഷനും ഫോട്ടോയും ചേർത്ത് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് അനുമോള് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ മാത്രം നേരിടുന്ന പ്രശ്നമല്ല, പലർക്കും ഇതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ നേരിടുന്നുണ്ട്. സൈബർ സെല്ലിനോട് കംപ്ലൈന്റ് നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. അവസാനം ഫേക്ക് സ്റ്റേറ്റ്മെന്റ്സും ഫോൾസ് ഇൻഫർമേഷൻസും സ്പ്രെഡ് ചെയ്യുന്നത് നിർത്തണമെന്ന് എല്ലാവരോടും റിക്വസ്റ്റും കൂടിയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമല്ല, പൊങ്കാലയ്ക്ക് പോയപ്പോൾ ഒരു മീഡിയ വന്നിട്ട് അനുമോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മീഡിയക്കാര് ആ സമയത്ത് വന്നപ്പോൾ അനുമോൾ അതിനൊരു അവസരം കൊടുത്തതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് പറയും. പൊങ്കാല ഇടാൻ വന്നേക്കായിരുന്നു. ആ ഒരു സമയത്താണ് അവർ വന്ന് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പൊങ്കാല ഇട്ട് പിന്നെ കുറച്ച് സമയമുണ്ടല്ലോ, 9:45 പൊങ്കാല സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10:30 കഴിയുമ്പോഴേക്കും പൊങ്കാല ഇട്ട് കഴിയും. പിന്നെ 2:30, 2:45 വരെ ഫ്രീ ആയിട്ടുള്ളൊരു ടൈമാണ്. 2:30 വരെ ഫ്രീ ആയിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരുപാട് മീഡിയക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അനുമോൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ ആയിട്ട്. ആ ഒരു സമയത്ത് മീഡിയ വന്നു, അനുമോൾ അതിനുള്ള അവസരം കൊടുത്തു. ഓക്കെ, സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാനുള്ള അവസരമൊക്കെ കൊടുത്തു. ഇതിൻ്റെ ഇടയിൽ അവർ ഈ വിഷയത്തിൽ രാഷ്ട്രീയം വരെ എടുത്തിട്ട് എന്നുള്ളതാണ്. ബിഗ് ബോസിൽ വന്നിരുന്ന് ഇറങ്ങുന്ന പലരും രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പം അഖിൽ മരാറാണെങ്കിലും റോബിനാണെങ്കിലും അങ്ങനെ പലരും രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം അവർ രാഷ്ട്രീയം സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾ അനുമോളോട് ചോദിച്ചു. അപ്പം അനുമോൾ പറഞ്ഞത്, എനിക്ക് ആര് വിജയിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ പിണറായി വിജയൻ സാറിനെ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അനുമോൾ പറഞ്ഞു. ഞാൻ ഏത് പാർട്ടിയിലാവണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ എന്ത് പറയണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല, ഞാൻ പാർട്ടി അങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല. ഞാൻ ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞ പുള്ളിക്കാരനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ 5 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു കാര്യം ചിലപ്പോൾ തെറ്റായി പോകും. അപ്പോൾ എന്നും പറഞ്ഞ് നമ്മളെ വീട്ടുകാർ വെറുക്കത്തില്ല. അതുപോലെ നിങ്ങളൊന്ന് ആലോചിക്കണം, 10 വർഷമായി ഈ ഒരു ഭരണം ഇവിടെയുണ്ട്. ഈ 10 വർഷത്തോളമായി, 10 വർഷത്തിന് മുകളിലായി അനുമോള സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നു. അനുമോളെ പോലെയുള്ള സെലിബ്രിറ്റിക്ക് പലയിടത്തും പോകേണ്ടതായിട്ട് വരും. ഈ ഭരണ പാർട്ടി വരും, അവർ സ്വീകരണം നൽകും.
പലപ്പോഴും ഈ പാർട്ടിയിലുള്ളവരെയും പിണറായി വിജയൻ സാറിനെയും ഒക്കെ ഡയറക്റ്റ് മീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും. വളരെ നന്നായിട്ട് തന്നെയായിരിക്കും അനുമോൾ അവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ കൊണ്ട് തന്നെ അനുമോൾക്ക് ആ ഒരു വ്യക്തിയോട് ഒരു ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവാം എന്ന് കരുതിക്കൊണ്ട് അനുമോൾ ആ ഒരു പാർട്ടിയാണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പലരെയും ഇഷ്ടം ഉണ്ടാവും എന്നൊക്കെ കരുതിക്കൊണ്ട് നമ്മൾ ആ പാർട്ടിയാണെന്നുണ്ടോ? വളച്ചൊടിച്ച് പല രീതിയിലാണ്. അതിന് ആരാണ് വളച്ചൊടിക്കുന്നത് എന്നുള്ളതാണ്. ആരൊക്കെയാണെങ്കിൽ അത് മീഡിയാസ് ആണോ പാർട്ടിക്കാരാണോ അത് ആരാണെങ്കിലും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അനുമോൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അനുമോൾ അത് പറയുന്നത് ഞാൻ എന്തായാലും ലീഗലി മൂവ് ചെയ്യും, വളരെ മോശമായിട്ട് പറയാത്ത കാര്യങ്ങൾ, പറയാത്ത സ്റ്റേറ്റ്മെന്റുകൾ വളച്ചൊടിച്ചിട്ടാണ് ഓരോരുത്തർ പറഞ്ഞ് സ്പ്രെഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ ചോദിച്ച ചോദ്യം എന്താണെന്നും അവരെന്താണ് സംസാരിച്ചെന്നുള്ളത് വളരെ വ്യക്തമായി അതിൻ്റെ അടുത്ത ദിവസം തന്നെ പല മീഡിയാസിൻ്റെ മുന്നിൽ അനുമോൾ വന്ന് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെന്നോട് ഇങ്ങനെയാണ് ചോദിച്ചത്, ഞാൻ ഇതാണ് ഉത്തരം പറഞ്ഞത്, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് പറയാനാ, അത് വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലേക്കാക്കി സോഷ്യൽ മീഡിയ തെറ്റായ രീതിയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ അനുമോൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തായാലും അതിൻ്റെതായ രീതിയിൽ പോട്ടെ, കറക്റ്റായ തീരുമാനമാണ് അനുമോൾ എടുത്തിരിക്കുന്നത്. ഇതിനെയൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാനേ പറ്റത്തുള്ളൂ. നമ്മൾ എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അനുമോൾക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, എന്തൊക്കെ സൈബർ ബുള്ളിംഗ് ആണ് വന്ന സമയത്ത് അനുമോൾ നേരിട്ടത്. ആ സമയത്തൊക്കെ മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിൽ തന്നെ മൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അതിലും വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കും പോവുക. കറക്റ്റായ തീരുമാനമാണ്, അതെല്ലാവരും അറിയിച്ചുകൊണ്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് ഇനി ആൾക്കാർ കാര്യങ്ങളൊക്കെ നീക്കുക. ട്രോള് വരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു തോന്നുന്നത്. ഇതിൻ്റെ അനുസരിച്ച് നമ്മളുണ്ടല്ലോ എന്ത് ചെയ്താലും അതിന്റെ സത്യാവസ്ഥ എന്താണ്, ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലും പല കാര്യങ്ങളും ഉണ്ടാവും. അനുമോൾ അന്ന് സ്റ്റോറി ഇട്ടപ്പോൾ കുറെ പേര് വളരെ മോശമായിട്ട് അനുവിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. എന്തിനാണ് അങ്ങനെ സ്റ്റോറി ഇട്ട, അതിന്റെ ആവശ്യമില്ല എന്താന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അനു അങ്ങനെ ഒരു സ്റ്റോറി ഇട്ടത് എന്നുള്ളതിന്റെ യഥാർത്ഥ രഹസ്യം അല്ലെങ്കിൽ യഥാർത്ഥ കാരണം എന്താന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസം മൈൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ആ വീഡിയോ പുറത്തു വന്നതോടുകൂടി പലർക്കും മനസ്സിലായി. അനുമോള് പറഞ്ഞത് ചെയ്തത് കുറഞ്ഞു പോയെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത്. അനുമോളോട് ഇത്രയ്ക്ക് വൈരാഗ്യ അന്വേഷണമുള്ളത് തീർച്ചയായിട്ടും കിട്ടാത്ത മുന്തിരി പുളിക്കും. ഒരു മുന്തിരി നമ്മുടെ കമന്റ് ബോക്സിലാണെങ്കിലും മൈൽസ്റ്റോണിന്റെ കമന്റ് ബോക്സിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത് ബിഗ് ബോസ് സീസൺ 7 എന്ന കപ്പിന്റെ മുന്തിരി, മറ്റൊന്ന് അനുമോൾ എന്ന മുന്തിരി. ഈ രണ്ട് മുന്തിരിയും കിട്ടാത്തതിന്റെ ഒരു കയ്പും പുളിയൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. അത് മാത്രമല്ല ഗൈസ്, മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇതിനകത്ത് അനീഷ് ഇരിക്കുന്നത് സെക്കൻഡ് റോയിലാണ്, അനുമോള് മെയിൻ ഇതിലാണ് ഇരിക്കുന്നത്, ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നത്. അനുമോള് മെയിൻ ഗസ്റ്റുകളുടെ കൂടെ ഫ്രണ്ടിൽ ഇരിക്കുന്നു, അനീഷ് സെക്കൻഡ് റോയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അനീഷിനെ സംബന്ധിച്ച് അതൊക്കെ അനീഷ് ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ട് എനിക്കത് പറ്റുന്നില്ല, അനുമോൾക്ക് മാത്രം എന്തുകൊണ്ട് കൊടുക്കുന്നു. അനീഷിനെ സംബന്ധിച്ച് ബിഗ് ബോസിൽ പോയപ്പോൾ തന്നെ അനീഷും അനുമോൾ ഈക്വൽ ആയി എന്നുള്ള രീതിയിലാണ്. പക്ഷെ അനുമോൾ ഇതിനു മുമ്പ് തന്നെ വർഷങ്ങളായിട്ട് 10-11 വർഷത്തിന് മുകളിലായി ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ബിഗ് ബോസ് സീസൺ 7 വിന്നറാണ്, എല്ലാത്തിനും ഉപരി സീസൺ 7 വിന്നറാണ്. അപ്പോൾ അനുമോൾക്ക് അതിൻ്റെതായ പ്രയോറിറ്റി എല്ലായിടത്തും കിട്ടും. അപ്പോൾ അനീഷ് ഇരിക്കുന്ന റോയും അനുമോൾ ഇരിക്കുന്ന റോയും ഇതൊക്കെ ഈഗോ ഭയങ്കരമായിട്ട് അനീഷിനെ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ് അനീഷിന് ഒരു അവസരം കിട്ടിയപ്പോൾ അനീഷ് അതൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അനീഷ് കരുതിയത് ബിഗ് ബോസ് വീടാണെന്ന്. ബിഗ് ബോസ് വീട്ടിൽ മൈക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ പ്ലാസ്മ ടിവിയുടെ മുന്നിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ബിഗ് ബോസ് പറയുമ്പോൾ ടാസ്ക് കൊടുക്കുമ്പോൾ മൈക്ക് കിട്ടി, മൈക്കല്ല സ്പേസ് കിട്ടി കഴിഞ്ഞാൽ അനീഷ് എന്തൊക്കെയാണ് പറയുന്നത്, അതേപോലെ ഒരു വെല്ലും വെളിയില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുകയായിരുന്നു കേട്ടോ അനീഷ് ആ സമയത്ത് സ്റ്റേജിൽ. നിങ്ങളത് കണ്ടതല്ലേ? അതിൻ്റെ അടിയിൽ എന്തോരം കമൻറ്റുകളാണ് വന്നിരിക്കണമെന്ന് അറിയോ? ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. എന്തൊരു ഈഗോ ഉള്ള ആളാണ് ഈ അനീഷ്, മനസ്സ് നിറയെ കുശുമ്പും ദുഷിപ്പും, ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റി പോലെ തോന്നുന്നു, ബുദ്ധിജീവി ആയിരിക്കാം, സ്വന്തം കാര്യം നോക്കാൻ മിടുക്കനും, പക്ഷേ അത് ഒരു മനുഷ്യന്റെ സ്വാർത്ഥത കൂടിയാകുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാട്ടോ, എന്തൊരു സ്വാർത്ഥമായിട്ടുള്ളൊരു മനുഷ്യനാണല്ലേ, ഭയങ്കര സ്വാർത്ഥമുള്ള മനുഷ്യൻ. നമ്മൾ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ അവർ അത് ഏറ്റെടുക്കും. അത് സോഷ്യൽ മീഡിയയിൽ വന്ന് അവർ പറയും, അതിനവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അനീഷിനെ കുറ്റം പറയുമ്പോൾ സഹിക്കാത്ത ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. കുറച്ച് പേര്, അവർക്കൊക്കെ കുറച്ചൊക്കെ സത്യങ്ങൾ മനസ്സിലായവരും ഉണ്ട് കേട്ടോ. നീ മാനം മുട്ടിക്കോ, പക്ഷേ മാനം തുളച്ച് ഊഞ്ഞാലിടല്ലേ അനീഷേ. ഓരോരുത്തരായിട്ടിരിക്കുന്ന അവരുടെ അഭിപ്രായങ്ങളാണ് കേട്ടോ. അത് നിങ്ങൾ ഓർക്കണം, എത്ര പേരാണ് അനീഷിനെ ആ സമയത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പി ആർ ആയിക്കോട്ടെ എങ്കിൽ പോലും അനീഷിന് വേണ്ടി ജീവൻ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അനീഷിൻ്റെ ഈ ഒരു സ്വഭാവം കണ്ടിട്ട് അവർക്ക് പോലും ഷെയിം ആവുന്ന രീതിയിലാണ് അനീഷ് ഇപ്പോൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ടൻ ഇപ്പോഴും ബിഗ് ബോസിൽ തന്നെ നിൽക്കുകയാണ് എന്നാണ് വിചാരം. സ്വയം പൊങ്ങി മരപ്പാഴ് ജയിക്കാതിരുന്നത് നന്നായി. അനീഷ് ജയിക്കണം എന്നൊക്കെ പറഞ്ഞു നിന്നവരാണ് കേട്ടോ ഇപ്പോൾ അത് തിരിച്ചു പറയുന്നത്. എന്തൊരു ഗതികേടാണല്ലേ. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും സീസണിൽ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചിട്ടുണ്ടോ?
കഴിഞ്ഞ സീസണിൽ ജിൻഡോ. ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു. അയാൾക്ക് പറയാൻ ഉള്ളത് അയാൾ പറഞ്ഞു. ആരുടെ ആദരവ് കിട്ടിയെന്നാണ്. ഓക്കെ, കാട്ടിയിട്ടില്ല. അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഇപ്പം ഉണ്ട് കേട്ടോ. അന്ധമായിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. വെരി ഗുഡ്. അത്രയും നേരം പോസിറ്റീവായിരുന്ന അറ്റ്മോസ്ഫിയർ ഒറ്റ സെക്കൻഡ് കൊണ്ട് നെഗറ്റീവ് ആക്കി അനീഷ്. സ്റ്റോപ്പ് പ്രൊമോട്ടിങ് സച്ച് നെഗറ്റീവ് പേഴ്സണാലിറ്റി ഫോർ ഗോഡ് സേക്ക്. അത് തന്നെ നമ്മളും പറഞ്ഞത്. ആ സമയത്ത് എല്ലാവരും കൂടി വളരെ തമാശയൊക്കെ പറഞ്ഞ്, അനുമോളും ശിവാംഗിയൊക്കെ കൂടി വളരെ തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. പിന്നെ അനുമോൾക്ക് ആ ക്രൗൺ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അനുമോളെ കൊണ്ട് ഞങ്ങളുടെ അനുക്കുട്ടി വിളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആങ്കർ അനുമോളെ കൊണ്ടാണ് കേട്ടോ അനീഷിനെ സ്റ്റേജിലേക്ക് വിളിപ്പിക്കുന്നത്. അതുമുതൽ അനീഷിനെ അങ്ങോട്ട് സഹിച്ചിട്ടില്ല. അത് അവർ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവും ഇവരുടെ കോംബോ ഭയങ്കര പുറത്തുള്ളവർക്ക് ഇഷ്ടമായിരിക്കും, അപ്പോൾ അനുമോള് വിളിക്കുമ്പോൾ അത് ഭയങ്കര അടിപൊളിയായിട്ട് പോകുന്നു. എവിടെ അത് അനീഷിന് പോലും സഹിച്ചില്ല. പിന്നെയാണോ പുറത്തുള്ളവർക്ക്. ഞങ്ങളും കരുതി എന്തിനാ അങ്ങനെ ചെയ്ത്, എന്തിനാ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അങ്ങനെയൊക്കെ ചെയ്തത്. എന്താണെങ്കിലും അനീഷിൻ്റെ കപടമുഖം അവിടെ അഴിഞ്ഞു വീഴുന്ന രംഗങ്ങൾ ലൈവായിട്ട് കാണാൻ പറ്റിട്ടോ നമുക്ക്. അത് സത്യം പറഞ്ഞാലുണ്ടല്ലോ, അനീഷിനെ സെക്കൻഡ് റോയിലാണ് ഇരുത്തിയത്. വലിയ വാല്യൂ ഒന്നും കൊടുത്തില്ല. അനുമോള് ഫ്രണ്ടിലെ റോയിലും ഈ അനീഷ് രണ്ടാമത്തെ റോയിലും. അപ്പം മുതൽ അനീഷിനെ കുരുപൊട്ടിരിക്കുകയാണ്. അത് ക്രൗൺ കൊടുക്കുന്നു, ക്രൗൺ ധരിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അനുമോളെ കൊണ്ട് അനീഷിനെ വിളിപ്പിക്കുന്നു. ആ സമയത്ത് അനീഷിന് മയക്ക് കിട്ടിയപ്പോൾ അനീഷ് വിചാരിച്ചു അത് ബിഗ് ബോസ് വീടാണെന്ന്. അങ്ങോട്ട് മൊത്തത്തിൽ ബാക്കിയുള്ള കൂടെ നിൽക്കുന്ന എല്ലാവരും ബിഗ് ബോസിലെ ഓരോ ക്രൂ ആണെന്ന് കരുതിയിട്ടുണ്ടാവും അനീഷ്. അങ്ങോട്ട് വിളിച്ച് മാർക്കിടും, പ്രേക്ഷകരുടെ മാർക്കിടുമെന്ന് കരുതി. പോരാഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് അങ്ങനെ ഒരു പോസ്റ്റും. എന്തൊരു കുശുമ്പും അസൂയാണല്ലോ. അനീഷ് ശരിക്കും ഫേക്ക് ആയിരുന്നു എന്ന് ഏഷ്യാനെറ്റ് ലൈൻ കട്ട് ഇൻ്റർവ്യൂ സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അനീഷിന്റെ ഫാൻ ആയിരുന്നു അല്ലേ താങ്കൾ? അനീഷിനെ വോട്ട് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? നമ്മൾ അഭിനയിച്ച് നിൽക്കുന്നവരുടെ സ്വഭാവമാണ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുക. നമ്മൾ റിയൽ ആയിട്ട് നിൽക്കുന്നവരുടെ സ്വഭാവം മാറത്തില്ലല്ലോ. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നല്ല, അനുമോളുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അതാണ് അനുമോൾക്ക് പേടിക്കേണ്ട. എവിടെ പോയാലും എന്ത് പറഞ്ഞാലും പേടിക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥ സ്വഭാവം അങ്ങനെയാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട. നമ്മൾ ഫേക്കായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മളിടക്ക് മറന്നു പോകും നമ്മൾ എവിടെയാണ്. അത് തന്നെയാണ് കേട്ടോ അനീഷ് സംഭവിച്ചത്. അനീഷ് ഫേക്കായിട്ട് നിന്ന് ബിഗ് ബോസ് വീട്ടിൽ പുറത്തിറങ്ങിയപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ നിന്നീന്ന് ആളങ്ങോട്ട് മറന്നുപോയി. അനീഷ് എന്തൊരു ഓവറാണ്. അനുവിനെ നല്ലോണം അൺകംഫർട്ടബിൾ ആക്കി. പാവം അവിടെ ഒരു ലൈൻ കട്ട്. അനുവിൻ്റെ ഭാഗ്യം ആണ് അവൻ പോയത്. ഓക്കെ, അനുവിന് സത്യം പറഞ്ഞാലുണ്ടല്ലോ, അനുമോൾക്ക് ഓരോ കണ്ടസ്റ്റൻറ്റിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓരോരുത്തരെയും അവിടെ വന്നിട്ടുള്ള ഓരോ കണ്ടസ്റ്റൻറ്റിനെ, ഷാനവാസ് മുതൽ മസ്താനി വരെയുള്ള, മസ്താനി അവസാനം വോൾക്കാർഡായിട്ട് വന്നുകൊണ്ടാണ് മസ്താനി അങ്ങനെ പറയുന്നത്. മസ്താനിയാണല്ലോ ലാസ്റ്റ് എത്തിയത്. മസ്താനി വരെയുള്ള ഓരോ കണ്ടസ്റ്റൻറ്റിനെ അനുമോൾക്ക് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആൻഡ് കട്ടായിട്ട് അനുമോൾക്ക് അറിയാം. ഓരോരുത്തരുടെ സ്വഭാവം അറിയാം. ആരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഗെയിമാണ് കളിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ആരുടെ ഗെയിം പൊളിക്കാൻ അനുമോൾ അവിടെ നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ ഞാൻ ഈ ഒരു സീസണിൽ എല്ലാ കണ്ടസ്റ്റൻറ്റിലും കണ്ടത് മറ്റുള്ളവരുടെ ഗെയിം പൊളിച്ചടുക്കി കരുവാരി തേക്കുന്ന ഗെയിം സ്ട്രാറ്റജിയാണ് മെജോറിറ്റി കണ്ടസ്റ്റൻസ് എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അനുമോൾ അങ്ങനെ അല്ലായിരുന്നു. അനുമോൾ അനുമോളിൽ കളിക്കാനാണ് നോക്കിയത്, കണ്ടന്റ് ഉണ്ടാക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ മുഖത്ത് കരിവാരി തേക്കാനല്ല. അങ്ങനെയെങ്കിൽ അനുമോൾക്ക് ഇതുപോലെയൊക്കെ എത്ര അനുഭവങ്ങൾ അനുമോൾക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയും. അനീഷിൻ്റെ ആണെങ്കിലും ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും കപടമുഖം വലിച്ചു കീറാൻ പറ്റിയ ഒരുപാട് അവസരങ്ങൾ അവിടെ വീടിൻ്റെ അകത്ത് വെച്ച് അനുമോൾക്ക് ഉണ്ടായിട്ടുണ്ട്. അനുമോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് കേട്ടു. പക്ഷേ ഒരു ഗെയിമർ നിലയ്ക്ക് അനുമോൾ അത് ചെയ്തില്ല. മറ്റൊരാളുടെ കപടമുഖം വലിച്ചു കീറി ഒട്ടിച്ച് സ്വയം നല്ലതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അനുമോൾ ഓരോ കാര്യങ്ങളൊക്കെ അവിടെ നടന്ന് ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ആളെന്ന രീതിയിൽ ഞാൻ ചോദിച്ചു, അനുമോളെ അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അനുമോൾക്ക് ഇത്രയും ഇത് ഉണ്ടാവുമായിരുന്നോ എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ, അതൊക്കെ കാണിക്കണ്ടേ, അതൊക്കെയല്ലേ ഒരു ഗെയിമിൽ, അതൊക്കെയല്ലേ നമ്മൾ പുറത്തിട്ട് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അനു പറയാണ്, അതൊക്കെ ഞാനതിനത് ചെയ്തിട്ട് അവരെന്തെല്ലാം കാണിക്കട്ടെ എന്ന് ഞാൻ കരുതിയെന്ന്. നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവരോട് കൂടുതൽ ഞാൻ ഇവരോടൊക്കെ മാത്രമേ മിണ്ടുള്ളൂ എന്ന്. അത് പറഞ്ഞത് വേറെ ഒന്നും ഉണ്ടല്ലോ, അനുമോളവിടെ 100% റിയൽ ആയിട്ടാണ് നിന്നത് ഗൈസ്. സീരിയസ്ലി ഞാൻ പറയാം, അവിടെ 100% റിയൽ ആയിട്ടാണ് നിന്നത്. ആ റിയൽ ആയിട്ട് നിന്ന ആ കുട്ടിക്ക് മനസ്സിലായി ആരൊക്കെയാണ് ജെനുവിൻ, ആരൊക്കെയാണ് ഫേക്ക് എന്നുള്ളത്. അപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ കൂടില്ല എന്ന് അനുമോൾ വീട്ടിൽ വെച്ച് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ആ ഒരു ചൂടൊക്കെ മാറിയതുകൊണ്ടായിരിക്കാം ഇപ്പോൾ എല്ലാവരോടും മിണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവരോട്ടും ഹായ് ബൈ റിലേഷൻ വെച്ച് പോകുന്നത് അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ഇതാണ് ഇപ്പോൾ ഈ അനീഷിൻ്റെ ഈ കപടമുഖമൊക്കെ നാളുകൾക്ക് മുമ്പ് തന്നെ അനുമോൾക്ക് വീട്ടിൽ വെച്ച് തന്നെ അറിയായിരുന്നു. പിന്നെ
അതൊക്കെ കാണിക്കാതെ നല്ല കൂളായിട്ടൊക്കെ പോയി പുറത്തിറങ്ങിയിട്ട് അനീഷാണ് ഈ അസൂയയും കുശുമ്പും പല ഇനോഗ്രേഷനും ഇവർ ഒരുമിച്ച് വിളിക്കുമ്പോൾ അനീഷാണ് ഇതേപോലെയുള്ളത്. ഇപ്പം ഇത് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തുറന്ന് പുറത്തേക്ക് വന്നു. ഇതിന് മുമ്പും ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഒരുപാട് അനുഭവങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത് ക്യാമറ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കണ്ടില്ല. ഇപ്പം മത്സരം മേക്കേഴ്സിൻ്റെ ഇത് ഷൂട്ടിങ്ങിനിടയിൽ എല്ലാവരും ഇരിക്കുക, അത് അവർക്ക് കട്ട് ചെയ്ത് കളയാൻ പാടില്ലാത്ത ഭാഗത്ത് ഇത് വന്നുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കണ്ടത്. കാരണം ഇത് മൈക്ക് കൊടുത്തിട്ട് അവിടെ വെച്ച് ഇമാതിരി ഇതൊക്കെ പറയുമ്പോൾ ഔട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അറിഞ്ഞു. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഏത് ഇനോഗ്രേഷനും ഇവർ ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. അസൂയ, കുശുമ്പ്, കണ്ണുകടി എല്ലാ രോഗവും കൂടി ഒരുമിച്ച് വന്നേക്ക. മരുന്ന് കടി കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ഈശ്വര, അത് സത്യം കേട്ടോ. എന്ത് പറയാനാ. അങ്ങനെ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സ് ഫുൾ എടുത്ത് നോക്കും. ഞാനിതിപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സ് അല്ലാട്ടോ വായിക്കുന്നത്, ഇപ്പം ഞാൻ അവരുടെ കമൻറ്റ് കയറിയിട്ട് നോക്കുന്നത്. ഇത് മൊത്തം ഇതൊക്കെ തന്നെയാണോ നമ്മളിലും വന്നിരിക്കുന്നത്? മൊത്തം നെഗറ്റീവ് കമൻറ്റുകൾ. അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒന്നോ രണ്ടോ പേര് നിങ്ങൾ ആലോചിക്കണം. അവരുടെയൊക്കെ മനസ്ഥിതി ഇതൊക്കെ കണ്ടിട്ട് അവർ മനസ്സിലാക്കാണ്ടിരിക്കണമെങ്കിൽ അവർ അനീഷിനെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഇന്നലെ രാത്രി ഒരു മെസ്സേജ് വന്നു, ഒരു ഇൻസ്റ്റയിലാണ് മെസ്സേജ് വന്നത്. അനീഷിൻ്റെ നൈബറാണ് അയച്ചിരിക്കുന്നത്. നൈബറാന്നാ പറഞ്ഞത് കേട്ടോ എൻ്റെ അടുത്ത്. കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കത് കേട്ടിട്ട് എന്തിനാ അല്ലാണ്ട് എനിക്കതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ. പിന്നെ ഇത് സ്ക്രീനിൽ നമ്മളെല്ലാവരും കാണിക്കുന്ന രീതിയിൽ അനീഷ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ എതിർത്ത് പറയുന്നത്. അനീഷ് രക്ഷപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് പോലും അറിയാത്ത ഒരു വിവരമില്ലാത്ത പെണ്ണ് ഒരു ഷോയ്ക്ക് സ്റ്റാർ മാജിക്കിൽ കൊഞ്ചിക്കരഞ്ഞു നാട്ടുകാരെയും വോട്ട് മുഴുവനും മേടിച്ചു വിന്നറായി. നാട്ടുകാരുടെ വോട്ട് മേടിച്ചെന്ന് ഇപ്പൊ സമ്മതിച്ച് അനീഷ് ഫാൻ അല്ലേ? അല്ലാതെ അനീഷിന്റെ 7 എഴുത്ത് വരില്ല. സത്യം, അനീഷിന്റെ 7 എഴുത്ത് വരില്ല. ആ ഒരു കാറ്റഗറി വെച്ചിട്ട് 7 എഴുത്ത് വരാൻ പറ്റില്ല നമുക്ക്. വിദ്യാഭ്യാസവും അറിവും സംസ്കാരവുമുള്ള ഒരു മനുഷ്യൻ. സംസ്കാരം, നിങ്ങൾ ഇതാണോ നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്? ഈ സംസ്കാരത്തിൽ പെട്ടതാണോ താങ്കളും? ഒരു മനുഷ്യൻ, ഇയാൾ ഈ പെണ്ണിനോട് വിവാഹ അഭ്യർത്ഥന നടത്താൻ പാടില്ലായിരുന്നു. അതാണ് അനീഷ് തെറ്റ്. സിമ്പതി വാങ്ങി അവൾ വോട്ടാക്കി. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഒട്ടും കാണാത്ത വ്യക്തിയാണ് കേട്ടോ ഇതിട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വ്യക്തി നമ്മുടെയിലും കയറിയിട്ട് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് കമൻറ്റ് ഇടാറുണ്ട്. ആ ഐഡിയ ഞാൻ ഓർക്കുന്നു. അപ്പം അവരൊക്കെ തന്നെയാണ് അനീഷിനെ അന്ധമായി സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. വെരി നൈസ്. അങ്ങനെ നമ്മുടെ കമൻറ്റ് ബോക്സ് ആണെങ്കിലും ആ കമൻറ്റ് ബോക്സ് ആണെങ്കിലും ഏത് കമൻറ്റ് ബോക്സ് ആണെങ്കിലും അനീഷിൻ്റെ മുഖം മനസ്സിലായി, അനീഷിൻ്റെ കപടമുഖം മനസ്സിലായി എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ. അനീഷ് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ എന്ത് നല്ലൊരു വ്യക്തിയായിട്ട് അറിയപ്പെട്ടാനായിരുന്നു അല്ലേ? ഇതുപോലുള്ള അസൂയയും കുശുമ്പും ഒന്നും കാണിക്കാതെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ റോയ് സാർ വന്നൊരു 10 ലക്ഷം കൊടുത്തു. അതുപോലെ മൈജി ആണെങ്കിൽ വീട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും കൊടുത്തു. മൈജിയെ സംബന്ധിച്ച് അനീഷൊക്കെ ഒരു അഭിമാനം തോന്നിപ്പിക്കേണ്ട രീതിയിൽ പെരുമാറേണ്ട ആളായിരുന്നു. കാരണം ഒരു സീസണിലും ഒരാൾക്കും ഫസ്റ്റ് റണ്ണറപ്പറിന് ഇങ്ങനെയൊന്നും പ്രൈസൊന്നും കൊടുക്കാറില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അനീഷ് അതിൻ്റെതായ മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് എത്തണമായിരുന്നു ഇപ്പോൾ. പക്ഷേ ഒരു തമാശ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇപ്പോഴും ആ സ്ത്രീവിരോധം മനസ്സിൽ കൊണ്ടുവച്ചുകൊണ്ട് നടക്കുന്ന പോലെയൊക്കെ പേഴ്സണലി എനിക്ക് നല്ലോണം തോന്നുന്നുണ്ട്. ഇതിൽ പലർക്കും അങ്ങനെ തോന്നുന്നുണ്ടാവുമായിരിക്കും. ഒരുപാട് പേര് നമ്മൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിച്ചിട്ടുണ്ട്, അവരുടെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. വളരെ നന്ദി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്ര ഉള്ളോട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും